കമ്പ്യൂട്ടർ സയൻസ് രണ്ടാമത്തെ ചാപ്റ്റർ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ 12ാം ക്ലാസ് 7ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആകെ മൊത്തം ടോട്ടൽ എടുക്കുമ്പോൾ 24ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ഈ ചാപ്റ്റർ തീരും. നമുക്കിനി ആകെ പറയാനുള്ളത് പോളിമോർഫിസാണ്. പോളിമോർഫിസും പിന്നെ ചാപ്റ്റർ സമ്മറിയും പരീക്ഷ ഡിക്ലറേഷനും ഈ വീഡിയോ കഴിയുമ്പോൾ കഴിയും കേട്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ 2 ചാപ്റ്റർ സക്സസ് ആക്കി. അപ്പം തുടങ്ങല്ലേ, നേരിട്ട് ലാസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ ഏതാ? പോളിമോർഫിസം. പോളി എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടേക്കണേ? എനിക്കിപ്പോൾ പോളി എന്ന് കേട്ട ആദ്യം ഓർമ്മ വരിക ഒരു സിനിമയിലെ ക്യാരക്ടറാണ്, പ്രാഞ്ചേട്ടൻ ആൻഡ് സെയിനിലെ പോളി. പോളി എന്ന് വെച്ചാൽ എന്താ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ്. പോളിനോമിയൽ കേട്ടിട്ടുണ്ടോ? പോളിനോമിയൽ. പോളിടെക്നിക്, അതൊരു സിനിമ ഇറങ്ങിയിട്ട് തോന്നുന്നുണ്ട്. അതല്ല, അത് പോളിസ് ടെക്നിക് ആയിരുന്നു. ഇത് പോളിടെക്നിക് കേട്ടിട്ടുണ്ടോ? പോളിസ്റ്റർ, പോളിത്തീൻ കേട്ടിട്ടുണ്ടോ? എങ്ങനെയൊക്കെ. പോളി എന്ന് വെച്ചാൽ എന്താ? പോളി എന്നാൽ മെനി എന്നാണ് മീനിങ്. പോളിനോമിയൽ മെനി എന്നുള്ള മീനിങ് ആണ്. അതിൽ പവർ ബൈനോമിയൽ, പിന്നെ പവർ 3 വന്നാൽ അങ്ങനെ 4 വന്നാൽ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയില്ലേ, പോളിനോമിയൽ. ബൈനോമിയൽ വിട്ട് മോളിക്ക് പവർ കൂടുന്ന പറയുന്നത് പോളിനോമിയൽ എന്ന് പറയും. പോളി എന്നാൽ മെനി എന്നാണ് മീനിങ്. പോളിമോർഫിസം, രണ്ടാമത്തെ വാക്ക് മോർഫിസം എന്നാണ്. മോർഫിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേൾക്കാത്തവരുണ്ടാവില്ല. തലവെട്ടി തലവെപ്പല്ലേ. സത്യത്തിൽ മോർഫിംഗ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, രൂപം എന്നാണ്. മോർഫ് എന്ന് വെച്ചാൽ രൂപം എന്നാണ്. അപ്പൊ പോളിമോർഫിസം എന്ന് വെച്ചാൽ മെനി ഫോംസ് എന്നാണ്, പല രൂപങ്ങൾ. C++ലെ ലാസ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അപ്പം എന്താ? പോളിമോർഫിസം ആണ്. ഒരേ സംഭവത്തിന് പല രൂപങ്ങൾ, അതാണ് പോളിമോർഫിസം. ഒരൊറ്റ എക്സാമ്പിൾ വഴി ഞാനത് മനസ്സിലാക്കി തരാം. ഒരൊറ്റ എക്സാമ്പിൾ മതി, ക്ലാസ്സിൽ ഞങ്ങൾ ചെയ്യാറുള്ളതാണ്. പോളിമോർഫിസം, ഒരേ സാധനത്തിന് പല രൂപങ്ങൾ വരുന്ന കാണാം. ഇവിടുത്തെ പോളിമോർഫിസം അതാണ്. ഒരേ സംഭവത്തിന് പല മീനിങ് ആണ് പല സാഹചര്യത്തിൽ. സെയിം വാചകമായിരിക്കും, പക്ഷെ മീനിങ് പലത്. എങ്ങനെ? ഇതാ കേട്ടോ. ഒരാൾ പരീക്ഷ വളരെ മോശമായിട്ട് എഴുതിയിട്ടിരിക്കട്ടോ, ക്ലാസ് ടെസ്റ്റ്. അപ്പോൾ അവൻ്റെ അടുത്ത് പേപ്പർ കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഈ ഡയലോഗ് അടിക്കുന്നു. സെയിം ഡയലോഗ് ക്ലാസ് പരീക്ഷ ഗംഭീരമായിട്ട് എഴുതിയിട്ടുള്ള ഒരുത്തൻ്റെ അടുത്തും പേപ്പർ കൊടുക്കാൻ നേരത്ത് അടിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുള്ളവനും മാർക്ക് നല്ല പ്രതീക്ഷയിലിരിക്കണേ. പരീക്ഷ മോശമായിട്ട് എഴുതിയവനാണെങ്കിൽ ദൈവമേ പടായി എന്നുള്ള നിലയ്ക്കാണ് ഇരിക്കുന്നത് കേട്ടോ. ആ സമയത്താണ് ഞാൻ ഈ ഡയലോഗ് അടിക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു പേര് ഹലോ പൊളിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പോകുന്ന മെസ്സേജ് എന്തായിരിക്കും? സെയിം മെസ്സേജാണ് ഞാൻ രണ്ടാൾക്ക് ഇപ്പോൾ കൊടുത്തത്. പൊളിയുണ്ട്, പരീക്ഷയില് പൊളിയുണ്ട് എന്ന് പറഞ്ഞാൽ മാർക്ക് കുറവ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന മീൻജി എന്താ? അവൻ്റെ പൊളിഞ്ഞു പോയിരുന്നു. നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്നവനോ? അപ്പോൾ അവന് മനസ്സിലായി ഞാൻ നോക്കിയപ്പോഴും നന്നായിട്ടുണ്ട്, പൊളിയുണ്ട്. സെയിം മെസ്സേജ് കിട്ടിയ ഒബ്ജക്ട്സ് ഡിഫറെൻ്റ് ആയിരുന്നു, അവർ ട്രീറ്റ് ചെയ്ത രീതിയും ഡിഫറെൻ്റ് ആയിരുന്നു. പുസ്തകത്തിൽ തന്നിട്ടുള്ളത് നൗ സ്പീക്ക് എന്ന് പറയുമ്പോൾ അതിലിരിക്കുന്ന പല ആനിമൽസ് അവരവരുടെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങും. അത് കാക്ക പറയണ പോലെ ആവില്ല തത്ത പറയാ, തത്ത പറയണ പോലെ ആവില്ല താറാവ് പറയാ. അതാണ് അതിൽ സ്പീക്ക് എന്ന് പറയുമ്പോൾ സെയിം മെസ്സേജ് എടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് ഓരോ ഒബ്ജക്റ്റ് ഡിഫറെൻറ്റ് രീതിയിൽ ആൻസർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ CPPയിൽ പോളിമോർഫിസം ഈ ടെക്നിക്ക് തന്നെയാണ്. സെയിം മെസ്സേജ് കൊടുക്കും, പക്ഷെ ഒബ്ജക്ട്സ് ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ പോളിമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. Polymorphism is the ability of a programming language to process objects differently depending on its data types or class. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ it is the ability to redefine methods for derived classes. 2 ഡെഫിനിഷൻസ് ആണ് നമ്മുടെ പുസ്തകത്തിൽ. അതിലാദ്യത്തെ കേൾക്കുമ്പോൾ ചെറിയൊരു ധാരണ കിട്ടും. എന്താണ്?
എബിലിറ്റി ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു പ്രോസസ് ഒബ്ജക്ട്സ് ഡിഫറൻ്റ്ലി ബേസ്ഡ് ഓൺ ഡാറ്റ ടൈപ്സ് ഓർ ക്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് കേട്ടോ. മെത്തേഡ് എന്ന് വെച്ചാൽ മെമ്പർ ഫംഗ്ഷൻ പറയുന്ന വേറെ പേരാണ്. നമ്മൾ ക്ലാസിൻ്റെ ഉള്ളിൽ ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫംഗ്ഷൻസും പെടുത്തിയിട്ടുണ്ട്. അതിലെ മെമ്പർ ഫംഗ്ഷൻസിന് പറയുന്ന വേറെ പേരാണ് മെത്തേഡ്. എന്ന് വെച്ചാൽ ഫംഗ്ഷന് പറയുന്ന വേറെ പേര്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ സെയിം ഫംഗ്ഷന്, ഒരൊറ്റ പേരുള്ള ഫംഗ്ഷന് അതിൻ്റെ കൂടെയുള്ള ഓബ്ജക്ട്സിൻ്റെ അല്ലെങ്കിൽ കൂടെ കൊടുത്തിട്ടുള്ള ഡേറ്റ ടൈപ്പിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ട് പെരുമാറാനുള്ള കഴിവ്, അതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. സെയിം ഫംഗ്ഷൻ്റെ പേര് പക്ഷെ ഡിഫറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. പറയുമ്പോൾ വലിയ തിയറിയൊക്കെയാണ്. ഒരൊറ്റ എക്സാമ്പിൾ കേട്ട കാര്യം മനസ്സിലാവും. നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഏരിയ എന്നാണ് പേര്. ഈ ഏരിയ എന്ന ഫംഗ്ഷൻ നമ്മൾ വിളിക്കണം. ഏരിയ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ആ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ്റെ കൂടെ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഒരൊറ്റ പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഒരൊറ്റ പാരാമീറ്റർ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എങ്ങനെയാണ്? ഏരിയ 1 എന്ന് കൊടുത്തു, പാരാമീറ്റർ ആയിട്ട് 1 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എങ്ങനെയാണ്? എങ്ങനെ? ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് 1 ഈസ് 3.14. സെയിം ക്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഏരിയ തന്നെയാണ് പേര്, സെയിം പേര്. അവിടെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയാണ് കൊടുത്തത്: ഏരിയ 2, 3. ഉടനെ നമുക്ക് മെസ്സേജ് ഇങ്ങോട്ട് കിട്ടുകയാണ്. എന്തെന്ന്? അതിൻ്റെ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്തപ്പോ ഉത്തരം ഇങ്ങോട്ട് കിട്ടുകയാണ്. എന്തെന്ന്? ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് സൈഡ്സ് 2 and 3 ഈസ് 6. ഫംഗ്ഷന്റെ പേരെന്തായിരുന്നു? ഏരിയ. കൊടുത്ത പാരാമീറ്റേഴ്സ് എത്ര എണ്ണം? 2 എണ്ണം. കിട്ടിയ ഉത്തരം എന്താ? ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. ആദ്യത്തെ കേസിലോ ഫംഗ്ഷന്റെ പേരെന്തായിരുന്നു? ഏരിയ. കൊടുത്ത പാരാമീറ്റേഴ്സിന്റെ എണ്ണം 1 എണ്ണം. കിട്ടിയ ഉത്തരം ഏരിയ ഓഫ് എ സർക്കിൾ. ചുരുക്കം പറഞ്ഞാൽ ഫംഗ്ഷനുകളുടെ പേര് 2 കേസിലും ഏരിയ എന്നായിരുന്നു. എന്നാൽ പോലും നമുക്ക് ഉത്തരം കിട്ടിയപ്പോൾ കൊടുത്ത പാരാമീറ്റർ നോക്കിയിട്ട് ഒരു പാരാമീറ്റർ ഉള്ളത് സർക്കിളാണെന്നും 2 പാരാമീറ്റർ ഉള്ളത് റെക്ടാങ്കിൾ ആണെന്നും പ്രോഗ്രാമിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. സെയിം ഫംഗ്ഷൻ ഡിഫറെന്റ് ഫോംസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡാറ്റ ടൈപ്സ്. ഏത്? ആ ഫംഗ്ഷന്റെ കൂടെ കൊടുത്തിട്ടുള്ള ഡാറ്റ ടൈപ്പിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ ടൈപ്പ്. ഡാറ്റ ടൈപ്പിന്റെ ടൈപ്പ് മാറ്റിയാലും മതി. ഇന്റിജറിന് പകരം ഫ്ലോട്ട് നാക്കി. 2 എണ്ണത്തിൽ ഓരോ പാരാമീറ്ററേ ഉള്ളൂ. 2 തവണ ഫംഗ്ഷൻ വിളിച്ചപ്പോൾ ഏരിയയുടെ ആദ്യത്തെ ഏരിയയിൽ ഒരു ഇന്റിജറും പിന്നത്തെ ഏരിയയിൽ ഒരു ഫ്ലോട്ട് വരുന്നെങ്കിലും മതി, വ്യത്യാസമായി. അങ്ങനെ ഏരിയ എന്ന ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഡിഫറൻഷിയേറ്റഡ് ബൈ ഇറ്റ്സ് സിഗ്നേച്ചർ, അതിലെ പാരാമീറ്റർ ലിസ്റ്റ്, അതിലുള്ള പാരാമീറ്റേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ അതിലുള്ള പാരാമീറ്റേഴ്സിന്റെ ഓർഡർ, മീൻസ് ഡാറ്റ ടൈപ്പിലുള്ള വ്യത്യാസം. ഇങ്ങനെ സെയിം ഫംഗ്ഷൻ പേരിൽ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഡെഫിനിഷൻസ് എഴുതാൻ സാധിക്കുന്നതിനെയാണ് എന്തെന്ന് പറയണേ? പോളിമോർഫിസം. നമ്മുടെ ബുക്കിൽ തന്ന എക്സാമ്പിൾ അത് 3 ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട് സെയിം പേരിൽ. പുസ്തകത്തിൽ പറഞ്ഞേക്കണ അനുസരിച്ച് ഷേപ്പ് എന്നുള്ള പേരിൽ ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്ലാസിൻ്റെ ഉള്ളിൽ 3 മെത്തേഡ്സ് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും മെത്തേഡ്സ് ഡാറ്റ മെമ്പർ ഫംഗ്ഷൻസ്. 3 മെത്തേഡ്സിൻ്റെയും പേരെന്തെന്ന ഏരിയ എന്നാണ്. ഒരെണ്ണം എന്തിൻ്റെ ഏരിയ കാണാനാ? ഒരെണ്ണം റെക്ടാങ്കിളിൻ്റെ, പിന്നെ ഒരെണ്ണം സർക്കിളിൻ്റെ, പിന്നെ ഒരെണ്ണം ട്രയാങ്കിളിൻ്റെ. അപ്പോൾ 3ലും ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം വ്യത്യാസം ഉണ്ടാവും. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയേക്കുന്ന സാധനത്തിൻ്റെ സർക്കിളാണെങ്കിൽ ഒരെണ്ണം മതി. റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണാൻ 2 പാരാമീറ്റർ വേണം. ട്രയാങ്കിൾ നമുക്ക് 3 പാരാമീറ്റർ വെച്ചിട്ട് വേണം, 3 സൈഡ്സ് വെച്ചിട്ട് വേണം. അങ്ങനെ 3 തരത്തിലുള്ള ഏരിയകൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് പ്രോഗ്രാം തിരിച്ചുതരും. ഫംഗ്ഷന്റെ പേര് സെയിം ആണെങ്കിൽ പോലും അതിന് കൺഫ്യൂഷൻ ഇല്ല. ഒറ്റ പേരാണെങ്കിലും കറക്റ്റായിട്ട് ഫങ്ഷൻസ് വർക്ക് ചെയ്ത് നിങ്ങൾ എടുത്തുതരും. ആ ഒരു ഫീച്ചർ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഇല്ല. സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇങ്ങനെ 3 ഫംഗ്ഷൻ ഏരിയ കാണാനുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ സർക്കിൾ ഏരിയ, സ്ക്വയർ ഏരിയ, റെക്ടാങ്കിൾ ഏരിയ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് പേരിടും. ഇവിടെ അത് ആവശ്യമില്ല. OOP കൺസെപ്റ്റ് അനുസരിച്ച് ഈ പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണെന്നറിയാം?
ആദ്യം നമ്മൾ ഷേപ്പ് എന്നുള്ള പേരിലൊരു ബേസ് ക്ലാസ് ഉണ്ടാക്കി. അതിൽ നിന്ന് 3 ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാക്കി. ഏതൊക്കെയാണ്? സർക്കിളും റെക്റ്റാങ്കിളും ട്രയാങ്കിളും. ഈ 3 ക്ലാസ്സിൻ്റെയും ഓരോ ഒബ്ജക്ട്സ് ഏരിയ എന്ന ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഏരിയ ഫംഗ്ഷൻ കണ്ടുപിടിക്കും. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഓട്ടോമാറ്റിക്കായിട്ട് റെക്റ്റാങ്കിൾ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് വഴി ഏരിയ കോൾ ചെയ്യുമ്പോൾ കിട്ടും. അതേപോലെ ട്രയാങ്കിളിൻ്റെയും 3ൻ്റെയും ഏരിയ കാണാനുള്ള ഇക്വേഷനും ഫംഗ്ഷനൊക്കെ വെവ്വേറെ ആണെങ്കിൽ പോലും സെയിം പേരിൽ ഏരിയ എന്നുള്ള പേരിൽ മെത്തേഡ്സ് എഴുതിയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കിയെടുത്തോളും. ആ ഒബ്ജക്റ്റ് നോക്കിയിട്ട് സർക്കിളിൻ്റെ ആണെങ്കിൽ സർക്കിളിൻ്റെ, ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ ട്രയാങ്കിളിൻ്റെ, റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപിടിക്കും. ഫംഗ്ഷൻ്റെ പേര് മാത്രം അറിഞ്ഞാൽ മതി. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുക. അങ്ങനെയാണ് പോളിമോർഫിസം C++ൽ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. പോളിമോർഫിസം 2 ആക്കി തിരിച്ചുണ്ട്. ഒന്നിൻ്റെ പേര് ഏർലി ബൈൻഡിങ് എന്നാണ്. ഏർലി ബൈൻഡിങ്ങിന് നമ്മൾ സ്റ്റാറ്റിക് ബൈൻഡിങ് എന്നും പറയും. ഇത് കമ്പൈൽ ടൈമിൽ നടക്കും. എന്താ ഈ കമ്പൈൽ ടൈം പോളിമോർഫിസം? പോളിമോർഫിസത്തിൻ്റെ ഒരു ഫോമാണ്. പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ ഈ ഫംഗ്ഷൻ, നമ്മൾ പ്രോഗ്രാമിൽ ഫംഗ്ഷൻ കോൾ എഴുതിയിട്ടുണ്ടാവും, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻസ് എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ഫംഗ്ഷൻ കോളിൻ്റെ അവിടെ എത്തുമ്പോഴും മനസ്സിലാകും ഈ ഫംഗ്ഷൻ കോളിന് ഈ ഫംഗ്ഷനാണ് വർക്ക് ചെയ്യേണ്ടത്, താഴെ എഴുതിയേക്കുന്ന ഈ ഫംഗ്ഷൻ കോളിന് ഈ ഫംഗ്ഷനാണ്. കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ തീരുമാനമാക്കുകയാണെങ്കിൽ അതിനെ കമ്പൈൽ ടൈം ബൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ബൈൻഡിങ് അല്ലെങ്കിൽ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് വിളിക്കും. പിന്നെ ഒരെണ്ണമാണ് റൺ ടൈം ബൈൻഡിങ്, അതിനെ ലേറ്റ് ബൈൻഡിങ് എന്നും വിളിക്കും. ആദ്യത്തെ ഏർലി ബൈൻഡിങ് എന്നാണ് വിളിക്കുക, കാരണം കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ തീരുമാനമാണ്. കാരണം രണ്ടാമത്തെ കേസ് റൺ ചെയ്യുമ്പോഴാണ് തീരുമാനിക്കുക ഏത് ഫംഗ്ഷൻ കോളാണ്. ഈ പോളിമോർഫിസം അനുസരിച്ച് സെയിം പേരിൽ പലതരത്തിൽ ഫംഗ്ഷൻസ് മെത്തേഡ്സ് കാണുമ്പോൾ ഏത് മെത്തേഡാണ് എപ്പോൾ വിളിക്കേണ്ടതെന്നുള്ളത് റൺ ടൈമിലാണ് തീരുമാനമാക്കുക. അതിനെ നമ്മൾ ലേറ്റ് ബൈൻഡിങ് അല്ലെങ്കിൽ റൺ ടൈം പോളിമോർഫിസം അല്ലെങ്കിൽ ഡൈനാമിക് പോളിമോർഫിസം എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഈ ഏർലി ബൈൻഡിങ് അതായത് കമ്പൈൽ ടൈം പോളിമോർഫിസം അത് പിന്നെയും 2 ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നിനെ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് വിളിക്കും, പിന്നത്തേതിനെ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് വിളിക്കും. ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഓൾറെഡി ഒരു ഫംഗ്ഷൻ്റെ പേരിൽ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അതിന് ചെയ്യാണ്ട്, ഒരു ടാസ്ക് അതിന് കംപ്ലീറ്റ് ആക്കാണ്ട്. ഓവർലോഡ് ചെയ്തു, സെയിം ഫംഗ്ഷൻ പേരിന് ഒരു പർപ്പസും കൂടി കൊടുത്തു. നേരത്തെ കാണിച്ചു തന്നെ ഏരിയ സർക്കിൾ, ഏരിയ റെക്റ്റാങ്കിൾ, ഏരിയ ട്രയാങ്കിൾ, സെയിം ഫംഗ്ഷൻ പേരിന് 3 തവണ ലോഡ് ചെയ്തു, 3 മീനിങ്ങിൽ. അങ്ങനെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ സെയിം ഫംഗ്ഷൻ നെയിം പക്ഷെ ഡിഫറെൻറ്റ് ആർഗ്യുമെന്റ് ലിസ്റ്റ് വെച്ചിട്ട് ഓവർലോഡ് ചെയ്യുന്നതിനെയാണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകൾ. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വെച്ചാൽ അപ്പോൾ ഇതേപോലെ തന്നെ ഫംഗ്ഷൻ എന്നുള്ളിടത്ത് നിന്ന് നോക്കേണ്ടി വരും ഓപ്പറേറ്റർ എന്ന്. അപ്പോൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വെച്ചാൽ എന്താവും? സെയിം ഓപ്പറേറ്റർ, ഓൾറെഡി ഒരു ഓപ്പറേറ്ററിന് ഒരു പർപ്പസ് ഉണ്ട്, അതിൻ്റെ കൂടെ കൂടുതൽ പർപ്പസ് ഏൽപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ പ്ലസ് ഓപ്പറേറ്റർ ഉണ്ടുണ്ടാവും, അഡീഷൻ ഓപ്പറേറ്റർ. ഈ അഡീഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ 2 ഇൻറ്റിജേഴ്സ് കൊടുത്തു, എയും ബിയും. അതിൽ 2ഉം ബിയിൽ 3 എന്ന് വിചാരിച്ചോ. എ പ്ലസ് ബി എന്ന് എഴുതിയാൽ അപ്പോൾ എന്ത് സംഭവിക്കും? 2 ഇൻറ്റിജറുകൾ കൂട്ടും, 2ഉം 3ഉം. എന്നിട്ട് റിസൾട്ട് നമുക്കൊരു ഇൻറ്റിജർ കിട്ടും. ഇതേ ഓപ്പറേറ്റർ പ്ലസിനെ വേണമെങ്കിൽ നമുക്ക് ഓവർലോഡ് ചെയ്യാം. എന്തിനാണെന്നറിയോ? 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകളുടെ അഡീഷന് വേണ്ടിയിട്ട്. ഫ്ലോട്ട് എക്സ് കോമ വൈ എന്ന് എഴുതി, എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയാൽ അപ്പോഴും പ്ലസിന്റെ ഓപ്പറേഷൻ നടക്കും. ചുരുക്കം പറഞ്ഞാൽ പ്ലസ് 2 ഇൻറ്റിജറുകൾ കൂട്ടാൻ ഉപയോഗിക്കാം. സെയിം പ്ലസ് നമുക്ക് 2 എന്ത് കൂട്ടാൻ ഉപയോഗിക്കാം? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് കൂട്ടാനും ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് ഓൾറെഡി ഉണ്ട്, പ്ലസിന് ഈ 2 മീനിങ് ഉണ്ട്. നമുക്കതൊന്നും പ്രത്യേകതയായിട്ട് തോന്നിയിട്ടില്ല. എന്ത് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ സംഖ്യകൾ കൂട്ടണ്ടേ? സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകൾ തന്നെ പലതാണ്. ഇൻറ്റിജർ ടൈപ്പ് വേറെ, ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വേറെ. അപ്പോൾ പ്ലസ് എന്നുള്ളതിന് മൾട്ടിപ്പിൾ മീനിങ് വെച്ച് കൊടുത്തേക്കാണ്. ഇങ്ങനെ വന്നാലും അങ്ങനെ വന്നാലും കൂട്ടണം. ഇനി
ഇതേ പ്ലസിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാന്ന് വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിക്കണം? കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ കൂട്ടണം, ഉത്തരം കിട്ടണം. കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ട് കൂട്ടണം, ഉത്തരം കിട്ടണം. അങ്ങനെ സെയിം ഓപ്പറേറ്റർ പ്ലസിനെ കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള രണ്ടെണ്ണം കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൂട്ടി കിട്ടാവുന്ന രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് ഫംഗ്ഷൻ പോലെ എഴുതി ചേർത്താൽ, ഓപ്പറേറ്ററിന് മീനിങ് എഴുതി ചേർത്താൽ അതിനെ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് വിളിക്കും. എക്സാമ്പിൾ, ഇപ്പൊ കോംപ്ലക്സ് എന്നുള്ള നമ്മളൊരു ക്ലാസ് തന്നെ ഉണ്ടാക്കി, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഉണ്ടല്ലോ, കോംപ്ലക്സിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, കോംപ്ലക്സ് സ്പേസ് C1, ഒരെണ്ണം കൂടി ഉണ്ടാക്കി C2, അപ്പൊ രണ്ടെണ്ണം. ഇനി നമ്മൾ കോംപ്ലക്സ് സ്പേസ് C3 ഒരെണ്ണം കൂടി കിടക്കട്ടെ, മൂന്നാമത്തെ. C3 C1 + C2 എന്ന് എഴുതിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോംപ്ലക്സ് നമ്പറുകൾ രണ്ടെണ്ണം എടുത്തിട്ടാണ് ഇപ്പൊ കൂട്ടാനായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് പ്ലസിന്റെ കൂടെ. C1 ഉള്ളിലെ റിയൽ പാർട്ട്, C2 ഉള്ളിലെ റിയൽ പാർട്ട് എടുത്ത് കൂട്ടിയിട്ട് C1 ഉള്ളിലെ ഇമാജിനറി പാർട്ട്, C2 ഉള്ളിലെ ഇമാജിനറി പാർട്ട് എടുത്ത് കൂട്ടിയിട്ട് കറക്റ്റായിട്ട് C3യിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ പ്ലസ് എന്നുള്ള ഓപ്പറേറ്ററിന് പുതിയൊരു മീനിങ് കൂടി ഇപ്പൊ നമ്മൾ വെച്ചു കൊടുത്ത പോലെ C++ൽ ഓട്ടോമാറ്റിക്കായിട്ടൊന്നും കോംപ്ലക്സ് നമ്പർ കൂട്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് കൂട്ടി വരില്ല. നമ്മൾ ഈ പ്ലസിന് പ്രത്യേകം മീനിങ് എഴുതി ഇങ്ങനെ കൂട്ടണം. അപ്പോൾ ഓപ്പറേറ്ററിന് ഓവർലോഡ് ചെയ്തു. മനസ്സിലായോ? അങ്ങനെ ഏർലി ബൈൻഡിങ് രണ്ട് രീതിയിൽ ചെയ്യാം, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ലേറ്റ് ബൈൻഡിങ് നേരത്തെ പറഞ്ഞ പോലെ റൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, ഏത് ഫംഗ്ഷന്റെ കൂടെ ഏത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനമാക്കും. ഇത് നമുക്ക് പഠിക്കാനില്ല, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തിയറി കണ്ടു പോകാനേ ഉള്ളൂ. അപ്പോൾ ലേറ്റ് ബൈൻഡിങ്ങിന് സമയത്ത്, അതായത് റൺ ടൈം പോളിമോർഫിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോയിന്റേഴ്സ് ഉപയോഗിക്കും. പോയിന്റേഴ്സും ഇൻഹെറിറ്റൻസ് എന്നുള്ള ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൺ ടൈമിൽ പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുക. ഏർലി ബൈൻഡിങ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും വെച്ചിട്ട്. ഇതെല്ലാത്തിൻ്റെയും പ്രോഗ്രാം എക്സാമ്പിൾസ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾ കണ്ടു. ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഇതാ വേണമെങ്കിൽ കണ്ടോ. ഫംഗ്ഷൻ ഓവർലോഡിങ്ങിൻ്റെ എക്സാമ്പിൾ. തിയറി വരില്ല, പരീക്ഷയ്ക്ക് വരില്ല, അഡീഷണൽ ഇൻഫോ ആണ്. കൺസെപ്റ്റുകൾ മാത്രമേ പരീക്ഷയ്ക്ക് വരൂ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. ഇനി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. മുമ്പത്തെ പോലെ തന്നെ പ്രോബബിലിറ്റി ഇട്ടുണ്ട്. പ്രോബബിലിറ്റി ഇടുമ്പോൾ ഇത്തവണ എനിക്കൊരു ധർമ്മസങ്കടം ഉണ്ട്. ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഹൈലി പ്രോബബിൾ ആണ്. കാരണം എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നിവൃത്തിയില്ല, ഞാനെന്താ ചെയ്യുക, പഠിച്ചേ പറ്റൂ. ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏറിപ്പോയാൽ 5 മാർക്കിൻ്റെ വരുള്ളായിരിക്കും. പക്ഷെ ഇതെല്ലാതും പഠിച്ചാലേ 5 മാർക്ക് കിട്ടും. ഈ ചാപ്റ്ററിൽ നിന്നുള്ള 5 മാർക്ക് സിമ്പിളായി കിട്ടും, കാരണം ഇതെല്ലാം പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ പഠിക്കുക, പരീക്ഷ എഴുതുക, ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടുവയ്ക്കുക. നമുക്കിവിടെ പരീക്ഷ എടുക്കുമ്പോൾ കൺസെപ്റ്റ് അറിയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഡെഫിനിഷൻസ് കറക്റ്റായിട്ട് അറിയണം തിയറി പരീക്ഷയ്ക്ക്, കേട്ടല്ലോ. അപ്പോൾ വൃത്തിയായി പഠിക്കുക, പരീക്ഷ എഴുതുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് മുമ്പത്തെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയുണ്ട്. എന്നാ പരീക്ഷ? ഇതാ, ഇത് എന്നാണോ ഇടുന്നത് അത് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച. ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച പരീക്ഷ. ഒരാഴ്ച സമയമുണ്ട് പഠിക്കാനായിട്ട്. വൃത്തിയായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടില്ലേ, 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ഇതിൽ നിന്ന് വരും. വൃത്തിയായി പഠിക്കുക, പരീക്ഷ എഴുതുക. ലിങ്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്കൂളിൻ്റെ സൈറ്റിലൂടാം, പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഈ വീഡിയോൻ്റെ ചോട്ടിലൂടാം. ക്ലിയർ അല്ലേ? ഡിസ്ക്രിപ്ഷൻ പാർട്ടിലിടാം. അങ്ങനെ 2 ചാപ്റ്റർ തീർന്നു. കോൺസെപ്റ്റ് അറിഞ്ഞ് വൃത്തിയായി പഠിക്കുക. 2 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 5 10 മാർക്കിൻ്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കേട്ടല്ലോ. അപ്പം നന്നായി പഠിക്കുക. ഇത് കണ്ട് തറവാക്കി പഠിക്കുക, ഫുൾ മാർക്ക് കിട്ടും. പഠിക്കാണ്ടൊന്നും കിട്ടില്ല, കണ്ടുപോയതുകൊണ്ടൊന്നും കിട്ടില്ല. ചാപ്റ്ററിൻ്റെ പുറകിലെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്ത് നോക്കുക, കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, പരീക്ഷ എഴുതുക. 2ാമത്തെ ചാപ്റ്റർ തീർന്നു. 3ാമത്തെ ചാപ്റ്ററായിട്ട് കാണാം. അപ്പോൾ ബൈ.